മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയമ്മയെ കാണാനായിട്ട് കണ്ണൻ കരുണാലയത്തിലേക്ക് വരുന്നു. കുറേയൊക്കെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ പ്രതാപനാണെന്നും അതിന് സാക്ഷി മഹിയാണെന്ന് അറിഞ്ഞതിന് ശേഷം മഹിയോടും അതുപോലെ തന്നെ വിരോധം മോഹിനിയമ്മയോടും കാണിച്ചിരുന്നു. പലതവണ ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തില്ല. എന്നാൽ ഇതുവരെയും മോഹിനിയമ്മയ്ക്ക് അറിയില്ലായിരുന്നു മഹി വയ്യാണ്ടായി ഹോസ്പിറ്റലിലായിരുന്നു എന്ന്. കണ്ണൻ വന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മോഹിനിയമ്മ അറിയുന്നത്. എന്നാൽ തനിക്കിപ്പോൾ പിണക്കമൊന്നുമില്ല, പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ഇന്ന് വരെ അയാളിൽ നിന്നും മറച്ചു വച്ചില്ല. ഇയാൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നു. തുറന്നു പറയാഞ്ഞതിനെ തുടർന്നല്ലേ ആളുകൾ അത് മുതലെടുക്കാൻ നോക്കിയത്. എന്തായാലും പ്രതാപന് വേണ്ടിയിട്ടുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അയാൾ എന്നോടും എൻ്റെ അച്ഛനോടും ചെയ്ത ക്രൂരതയൊന്നും പൊറുക്കാനാകില്ല എന്ന് പറയുന്നു. കണ്ണൻ വന്ന സമയത്ത് പ്രതാപനും മുത്തശ്ശിയൊന്നും കരുണാലയത്തിൽ ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ അയാളുടെ ചികിത്സ കഴിഞ്ഞ് ഏത് നിമിഷവും വരുന്ന ആ ഒരു സ്റ്റേജിലാണ് കണ്ണൻ പോയിരിക്കുന്നത്. കണ്ണൻ പോയത് മോഹിനിയമ്മയ്ക്ക് മാത്രം കാണാനല്ല, പ്രതാപനെ കണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മാനസിക നില തെറ്റിയതിൻ്റെ പേരിൽ അയാൾ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നും കണ്ണൻ തൻ്റെ അച്ഛൻ്റെ കൊലപാതകി പ്രതാപനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരുന്നത്. അല്ലാതെ മഹാലക്ഷ്മി പറഞ്ഞിട്ട് അറിയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മഹി ആ സത്യം മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത്. ആ ഒരു പരിഭവം എന്ത് പറഞ്ഞാലും ഇപ്പോഴും ഒരു പൊടിക്ക് കണ്ണൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ മോഹിനിയമ്മയോട് സംസാരിച്ച് തിരികെ കമലേശ്വരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന കണ്ണനെ ഞെട്ടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വരുന്നു. അതായത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും. കണ്ണൻ നടക്കാൻ സാധിച്ചു എങ്കിലും ഇപ്പോഴും കരുണാലയത്തിലേക്കൊക്കെ വരുമ്പോൾ വീൽ ചെയറിൽ തന്നെയാണ് വരുന്നത്. മഹി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആവേശത്തിന് കയറി നടന്നൊന്നും വരരുത്, അയൽക്കാരും കാണും കണ്ട് മുത്തശ്ശിയോടോ പ്രതാപനോടോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കള്ളക്കളിയെല്ലാം പൊളിയുമെന്ന്. അങ്ങനെ വീൽ ചെയറിൽ തന്നെയാണ് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരമാണ് പ്രതാപനും മുത്തശ്ശിയും കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം സഹിക്കാൻ പറ്റുന്നില്ല. നേരെ വീൽ ചെയറും കൊണ്ട് പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം കണ്ണൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് പ്രതാപനും മുത്തശ്ശിക്കും എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. ഏത് നിമിഷവും വഴിയെ പോകുന്ന കാക്കയോടും കിളിയോടും വരെ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥൻ്റെ ആത്മാവ് എന്നെ എപ്പോഴും കാണാൻ വരും, ലോറി ഇടിച്ചാണ് കൊന്നത്, കണ്ണനെ വീൽ ചെയറിലാക്കി, അതിനെല്ലാം സാക്ഷി മഹിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നുവല്ലോ. അതുകൊണ്ട് ഇനി അബദ്ധത്തിലെങ്ങാനും പ്രതാപൻ കണ്ണനോട് സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ മുത്തശ്ശിക്കും അതുപോലെ പ്രതാപനും ഉറപ്പില്ല. പ്രതാപനാണെങ്കിൽ കിളി പോയി നിന്ന സമയമല്ലയോ, ഒന്നും ഓർമ്മയില്ല. അപ്പോൾ പെട്ടെന്ന് ചെന്ന് കണ്ണൻ ആ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എൻ്റെ അച്ഛനെ കൊന്നതാരാ, എൻ്റെ അച്ഛനെ കൊന്നതാരാണെന്നല്ലേ ചോദിച്ച് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും അതുപോലെ പ്രതാപനും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. കാരണം കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. സത്യം അന്നേരം മുത്തശ്ശി പറയുന്നു, ദേ മോഹിനി പറയുന്നതൊന്നും കേട്ട് വിശ്വസിക്കരുതേ മോനെ, ഇവൾ ചുമ്മാ കള്ളം പറയുന്നതാ, മോൻ്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, അതെ അതേ അമ്മ, എനിക്കറിയില്ല മോൻ്റെ അച്ഛനെ ആരാ കൊന്നേന്നും. ഇയാൾ ചെയ്ത തെറ്റ് ആ പാവം അമ്മയുടെ തലയിൽ ചാർത്താൻ നോക്കണ്ട. മഹിയോ ഈ നിൽക്കുന്ന അമ്മ പറഞ്ഞിട്ടോ അല്ല എൻ്റെ അച്ഛൻ്റെ കൊലപാതകി ആരാണെന്ന് ഞാൻ അറിഞ്ഞത്, ഇയാളുടെ വായാല തന്നെയാ. അത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ സൂക്ഷിച്ച് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ചതിച്ചല്ലോ എന്ന മട്ടിന്. അതും പറഞ്ഞ് കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടെ പ്രതാപനെ പിടിച്ച് തള്ളുന്ന സമയത്ത്, അയ്യോ മോനെ ഒന്നും ചെയ്യല്ലേ മോനെ, അവനൊരു അബദ്ധം പറ്റിയതാ, ആ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുന്ന സമയത്ത്, നിർത്തിക്കോ, എൻ്റെ അച്ഛനെ കൊന്ന ഇയാൾക്കുള്ള കണക്ക് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാനത് അധികം താമസിക്കാതെ തിരികെ തരുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ അങ്ങ് പോകുമ്പോഴത്തേക്കും മോഹിനിയമ്മ പറയുന്നുണ്ട്, അറിയേണ്ടവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, തൽക്കാലം ഇതുവരെ ദുർഗയും ഉണ്ണിയൊന്നും സത്യം അറിഞ്ഞിട്ടില്ല. കണ്ണമോൻ അറിഞ്ഞ സ്ഥിതിക്ക് അധികം താമസിക്കാതെ അവരും അറിയും. അവരറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ മോളുണ്ടല്ലോ കമലേശ്വരത്തേക്ക് കല്യാണം കഴിച്ചു വിട്ട കരുണ, അവരൊരു നിമിഷം അവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാടാ. നീ ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞപ്പോൾ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ആരുടെയും സത്യം വിളിച്ചു പറയരുതെന്ന്. അപ്പം നീ എന്നെ പോലും മൈൻഡ് ചെയ്യാതെ ഞാൻ ഓരോന്നും ചെയ്തെന്നും പറഞ്ഞിട്ട് അതും വിളിച്ചു കൂവി നടന്ന്. അമ്മ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഒന്നുമില്ല മോളെന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അതേസമയം കരുണയാണെങ്കിൽ വീണ്ടും വാമദേവൻ അമ്മാവനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അതായത് കരുണ മേഘനാഥനെ കാണാൻ കയറി വന്ന സമയത്താണ് സീമന്തിനി അമ്മായും വാമദേവനും കൂടി ആ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുന്നത് പോലെ മഹാലക്ഷ്മിയിൽ നിന്നും സത്യം മറച്ചു വെക്കുന്നതിൻ്റെ പേരിൽ
പങ്ക് പറ്റാൻ പോകുന്ന പണത്തിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞത്. അതായത് 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് അമ്മാവൻ മഹാലക്ഷ്മിയിൽ നിന്നും ഈടാക്കാൻ പോകുന്നത്. അതോടെ കരുണയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, എന്തായാലും 10 ലക്ഷത്തിലൊന്നും അമ്മാവൻ്റെ സ്വഭാവപ്രകാരം ഒതുക്കാൻ ഒരു സാധ്യതയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ പൈസ ചോദിച്ച് മേടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 50-50 പറഞ്ഞാണെങ്കിലും ഒരു അബദ്ധത്തിൽ കയറി വന്ന് താൻ അറിഞ്ഞതാണ്. അബദ്ധത്തിലായാലും അറിഞ്ഞുകൊണ്ടായാലും ഇനി ഏത് രൂപ മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ നേർപകുതി വേണം, അല്ലെങ്കിൽ തെരിയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിനാണ് അമ്മാവനെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം അമ്മാവനോട് ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി തരാമെന്ന് പറഞ്ഞ പൈസ തന്നോ? അതിൻ്റെ നേർപകുതി എനിക്കുള്ളതാണെന്ന് അമ്മാവൻ മറക്കണ്ട. മോളെ അത് കിട്ടിയില്ല, അവളിപ്പോൾ ഹോസ്പിറ്റലിലല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പൈസ തരാമെന്നാണ് പറഞ്ഞത്. അനന്ത് നേരിട്ട് വന്ന് എന്നോട് ഇങ്ങനെ പറയുമ്പം നമുക്കങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ പകുതി 5 ലക്ഷം രൂപ മോക്ക് തരാം. എന്നിട്ട് സീമന്തിനിയെ നോക്കി ഒരു ചെറു പുഞ്ചിരിക്കുന്നുണ്ട്. അതായത് 60 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് അതിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ കരുണയ്ക്ക് കൊടുക്കുന്നത്. അപ്പോഴും ലാഭം തങ്ങൾക്ക് തന്നെയാണെന്നുള്ള മട്ടിനാണ് പുഞ്ചിരിക്കുന്നത്. അമ്മാവൻ ഒരു കാര്യം മറക്കണ്ട, മഹിയിൽ നിന്നും 10 ലക്ഷമോ അല്ല 20 ലക്ഷമോ എത്ര തന്നെ മേടിച്ചാലും അതിൻ്റെ നേർപകുതി എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ സത്യങ്ങൾ കണ്ണേട്ടനെ അറിയിക്കാൻ പോകുന്നത് മഹിയോ അല്ലെങ്കിൽ അമ്മാവനോ ഒന്നും ആയിരിക്കില്ല, ഈ ഞാൻ തന്നെയായിരിക്കും. പിന്നെ ഉണ്ണിയേട്ടനുമായിട്ടുള്ള ജീവിതം അതങ്ങ് വേണ്ടെന്ന് വിചാരിക്കും. ഇപ്പം തന്നെ എന്താ നേട്ടം? ആ വീട്ടിലെ വെറും ഒരു വേലക്കാരിയായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. എന്നെ ചതിച്ചുകൊണ്ടും എൻ്റെ അച്ഛനെ പറ്റിച്ചുകൊണ്ടും അമ്മാവൻ മാത്രം അങ്ങനെ ആളാവാമെന്ന് വിചാരിക്കേണ്ട. മോൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മോളെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ കണ്ണനാണെങ്കിൽ പ്രതാപനോട് പറഞ്ഞിരുന്നുവല്ലോ, എന്നോടും എൻ്റെ അച്ഛനോടും ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ മകനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലേ, സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട്. അവൾക്ക് വേണ്ടിയിട്ടുള്ള വിധിയും ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് യാതൊരു സമാധാനവും ഇല്ല പ്രതാപന്. നോർമലല്ലാത്ത സമയത്തും മോഹിനിയമ്മയോടും മഹാലക്ഷ്മിയോടും ജീവന് തുല്യ സ്നേഹം കാണിച്ചുവെങ്കിലും പ്രതാപനെ സംബന്ധിച്ച് എപ്പോഴും കരുണമോളാണ് ജീവൻ. കരുണമോൾക്ക് എല്ലാ സമ്പത്തും സൗഭാഗ്യവും ജീവിതത്തിൽ ഐശ്വര്യവും ഉണ്ടാകണം, അതൊന്നും മഹാലക്ഷ്മിക്ക് പാടില്ല എന്നുള്ളൊരു ദുഷിച്ച ചിന്താഗതിയായിരുന്നു. വീണ്ടും അസുഖങ്ങളൊക്കെ മാറിയതിന് ശേഷം കരുണയ്ക്ക് മാത്രം എല്ലാം കിട്ടിയാൽ മതി. തൻ്റെ ജീവിതത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർപ്പിക്കുന്നത് കരുണയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ പഴയ മനോഭാവം വീണ്ടും തിരികെ വന്നിരിക്കുന്നു. അപ്പോൾ തൻ്റെ മകളുടെ ജീവിതത്തിന് താൻ തന്നെ കാരണക്കാരനാവുമോ നാശത്തിലേക്ക് പോകാൻ എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് മോഹിനിയമ്മ അടുത്തേക്ക് വന്ന് പറയുന്നു, ആ പാവം കണ്ണനോടും കണ്ണമ്മോൻ്റെ അച്ഛനോടും ചെയ്ത ക്രൂരതയ്ക്ക് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മോള് തന്നെ നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും. അവളുടെ ജീവിതം ഏത് നിമിഷം തകരും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുവാണ്. മഹാലക്ഷ്മി മോൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് കണ്ണൻ മോൻ അറിഞ്ഞു എങ്കിലും മോള് ചെയ്ത നന്മയുടെ ആ ഒരു ബലത്തിൻ്റെ പേരിൽ കണ്ണൻ മോൻ മഹാലക്ഷ്മി മോളോട് ക്ഷമിച്ചു. പക്ഷെ നിങ്ങളുടെ മോൾ ഉണ്ണിയെ വരച്ച വരെ നിർത്താനും ഒരാണായിട്ടുള്ളൊരു വില പോലും കൊടുത്തിട്ടുമില്ല. അപ്പം സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ണി മോനോട് കരുണമോളെ അക്സെപ്റ്റ് ചെയ്യാനോ അവൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനോ ഒന്നും മനസ്സ് വരില്ല. അത് മറക്കണ്ട എന്നും പറഞ്ഞ് മോഹിനിയമ്മ അങ്ങ് പോകുമ്പോഴത്തേക്കും പ്രതാപന് ടെൻഷൻ വീണ്ടും കൂടുന്നുണ്ട്. അപ്പോൾ അതേസമയം വാമദേവനുള്ള കെണി ഈ വ്യാഴാഴ്ച കരുതി വെച്ചിരിക്കുമല്ലേ അനന്തവും കണ്ണനും മാർക്കോയും എല്ലാവരും കൂടി ചേർന്ന്. അപ്പം വാമദേവൻ പൈസ മേടിക്കാൻ പോകുന്ന ആ ഒരു ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം.